എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാനും മാമിയും ചേച്ചിയും കൂടിയിട്ട് ഗുരുവായൂർ പോവാട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്. കുറേ ആയി ഞങ്ങൾ പോകണം വിചാരിക്കുന്നത്. കുറേ ആയി പറഞ്ഞാൽ മാസങ്ങളോളായി. ഇന്നാണ് ഇപ്പോൾ അതിന് ഞങ്ങൾക്ക് നല്ലൊരു സമയം കിട്ടിയത് കേട്ടോ. അങ്ങനെ ഇത് ചേച്ചീൻ്റെ ഹസ്ബൻഡാട്ടോ. ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ സ്റ്റാൻഡിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളേട്ടൻ്റെ കൂടെ സ്റ്റാൻഡിൽ പോയി. ഞങ്ങൾ ബസ്സിനാട്ടോ അമ്പലത്തിൽ പോകണത്. ഇവിടുന്ന് നേരിട്ട് ഗുരുവായൂർക്ക് ബസ്സുണ്ട് കുറ്റിപ്പുറത്തുനിന്ന്. ഒരു 7:15 ബസ് കേട്ടോ. അതൊരു 8:30 ആകുമ്പോഴത്തേന് ഗുരുവായൂർ എത്തും ചെയ്തു കേട്ടോ. വേഗം എത്തിയ പോലെ ഞങ്ങൾക്ക് തോന്നി. അധികം എവിടെയും നിർത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തി. ബസ് ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് നടക്കാം കേട്ടോ. ഞങ്ങൾ പടിഞ്ഞാറേ നടയിലാട്ടോ ഇറങ്ങിയത്. അവിടുന്ന് ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. ഫെബ്രുവരി 27 ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അറിയാതെയാണ് ഞങ്ങളവിടെ എത്തിപ്പെട്ടത്. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തന്നെ കേട്ടോ. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയതും ഉത്സവം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ഓഡിറ്റോറിയത്തിൽ കുറേ പരിപാടികളും പിന്നെ പ്രസാദോട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാനുള്ള വലിയൊരു ക്യൂ തന്നെ പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്യൂവിൽ നിന്നില്ല, നേരെ ഉള്ളിലേക്ക് കയറി പോവാട്ടോ ചെയ്തത്. ഫോൺ ഇതൊക്കെ അവിടെ വെച്ചിട്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയാൻ ഞങ്ങൾ നേരിട്ടിട്ട് കുറേ നേരം ഗുരുവായൂരപ്പനെ കണ്ടു കേട്ടോ. കുറേ നേരം കാണാനുള്ള ഒരു വഴി ഗുരുവായൂരപ്പൻ തന്നെ ഒരുക്കി തന്നു. ഞങ്ങൾ കയറിയ സമയത്ത് എഴുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ആനപ്പുറത്ത് നിന്ന് ഗുരുവായൂരപ്പനെ ഞങ്ങൾ കുറേ നേരം കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് കഞ്ഞിയും പുഴുക്കൊക്കെ കഴിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ. പക്ഷേ മാമിക്ക് വയ്യാത്തതുകൊണ്ടും മാമിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ടും നേരത്തെ വീട്ടിൽ പോകുന്നതുകൊണ്ടും ഞങ്ങൾ ഹോട്ടലിൽ നിന്നാട്ടോ കഴിച്ചത്. നല്ല ക്യൂ ഉണ്ടായിരുന്നു കഞ്ഞിയും പുഴുക്കും കഴിക്കുന്നതിൻ്റെ. ഉള്ളിൽ കയറുന്നതിനെക്കാട്ടും വലിയ ക്യൂ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറിയിട്ട് ഞാനും മാമിയും ഷാനുട്ടനും നെയ്റോസ്റ്റും ചേച്ചി പുട്ടാട്ടോ കഴിച്ചത്. ചാവടിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് അവിടെ കുറച്ച് നേരം ഇരുന്നു. ഓഡിറ്റോറിയത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. അതും കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പാൽപ്പായസം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. പടിഞ്ഞാറേ നടയിലായിരുന്നു പാൽപ്പായസത്തിൻ്റെ കൗണ്ടറെങ്കിൽ കിഴക്കേ നടയിലാണ് ക്യൂ കിടക്കുന്നത്. അങ്ങനെ നീണ്ട ക്യൂവിൻ്റെ ശേഷം ഞങ്ങൾ പായസമൊക്കെ വാങ്ങിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളത്തെ പ്രസാദൂട്ടിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലെത്തി. ഞങ്ങൾ രാവിലെ ഗുരുവായൂർക്ക് വന്ന ബസ്സിനെ കേട്ടോ തിരിച്ച് ഞങ്ങൾക്ക് കുറ്റിപ്പുറത്ത് കിട്ടിയത്. 3 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറ്റിപ്പുറം എത്തിയിട്ട് അമിതാക്കാൻ്റെ കടയിൽ നിന്ന് ലേമ കുടിച്ചിട്ടാട്ടോ വീട്ടിൽ പോയത്. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.